ഇന്നലെ രാത്രി സംഭവിച്ചത് ഒരു 9 മണിയോടുകൂടി ഒരു വ്യക്തി വന്ന് ഞങ്ങളുടെ ഗേറ്റ് തുറക്കാനൊരു ശ്രമമുണ്ടായിരുന്നു ആദ്യം. ആ അപ്പോൾ അത് ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ വന്നപ്പോഴേക്കും ആ വ്യക്തി പെട്ടെന്ന് സ്കൂട്ടർ എടുത്ത് പോവാണ് ചെയ്തത് ആദ്യം. ഉം. അപ്പോൾ ചെറിയൊരു സംശയം തോന്നി. അതിനുശേഷം പിന്നെ അത് ഞങ്ങൾ കാര്യമാക്കിയില്ല. അതിനുശേഷം 10 മണിയായപ്പോൾ ഒരു വ്യക്തി ഞങ്ങളുടെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് ബൈക്കിന് വന്നിട്ട് വിളിച്ചു പറയാണ് ചെയ്തത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊട്ടാൽ നിന്നെ കൊന്നു തള്ളും എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും പല അസഭ്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ടില്ല. ഈ സെന്റൻസ് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊട്ടാൽ നിന്നെ കൊന്നു തള്ളും എന്ന് കൃത്യമായിട്ട് പറയുകയും പിന്നെ അസഭ്യം പറയുകയും ചെയ്തു. അതിനുശേഷം അയാൾ പെട്ടെന്ന് ബൈക്ക് എടുത്ത് പോവാണ് ചെയ്തത്. ഹെൽമറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് വ്യക്തി ക്ലിയർ ആയിരുന്നില്ല, ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ ഭാഗത്ത് CCTV ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? CCTV ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ അതിന്റെ അവിടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട്, അതിന്റെ CCTV ഉണ്ട്. പോലീസ് അത് കളക്ട് ചെയ്യുമല്ലോ? തീർച്ചയായിട്ടും ഞങ്ങൾ പോലീസിന് ഓൾറെഡി തന്നെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു. ഓൾറെഡി നമുക്ക് കമന്റ്സിലും മെസ്സേജസിലും ഒക്കെ ഭീഷണി സന്ദേശങ്ങൾ വരുന്നുണ്ടായിരുന്നു. അത് പക്ഷെ അത്രയും കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ നേരിട്ട് വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഭയന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ആദ്യം വന്ന ആള് തന്നെയാണോ രണ്ടാമതും വന്നത്? അല്ലാന്നാണോ? അല്ല, അത് രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ്. ആദ്യം വന്ന ആള് സ്കൂട്ടറിനാണ് വന്നത്, രണ്ടാമത് വന്ന ആള് ബൈക്കിനാണ് വന്നത്. ആദ്യം വന്നാൽ ഗേറ്റ് തുറക്കാനുള്ള ശ്രമം നടത്തി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അയാൾ പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്, വേറൊന്നും ഉണ്ടായില്ല. പക്ഷെ രണ്ടാമത് വന്ന ആള് ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടാൽ നിന്നെ കൊന്നുകളയും എന്ന് പറയുകയായിരുന്നു. എനിക്ക് എന്താണ് സംശയം, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും ആയിരിക്കുമോ, അതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ രാഹുലിനോട് താല്പര്യമുള്ള ആരെങ്കിലും ആയിരിക്കുമോ? എന്താ സംശയിക്കുന്നത്, എന്താണ് റിനി? അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് ആരാണെന്ന് പറയാൻ പറ്റില്ല. അതായത് കോൺഗ്രസിൽ പെട്ട ഒരാളാണോ അതോ കോൺഗ്രസ് അനുഭാവമുള്ള ഒരാളാണോ അതോ ഈ വ്യക്തി തന്നെ പറഞ്ഞു വിട്ടതാണോ അതോ ഒരു ഈ വ്യക്തിയോടുള്ള ഒരു ആരാധന കൊണ്ട് ഒരാൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതാണോ, അത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് എന്താണ് പറയുന്നത്? പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കാമെന്നും CCTV പരിശോധിക്കാമെന്നും ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിലവിലപ്പോൾ പുറത്തേക്ക് പോകാനൊക്കെ ഭയക്കുന്നൊരു സാഹചര്യം ഉണ്ടോ റിനിക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോ നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ വന്ന് ഭീഷണി മുഴക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. കാരണം അത്രയും സേഫ് അല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, പോലീസിന് അത് ബോധ്യമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും പോലീസിന് അത് ബോധ്യമായിട്ടുണ്ട്. പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണമെന്ന് ഞാൻ കരുതാണ്. കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരെ കാണണം എന്നുള്ള രീതിയിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഇന്നലെ ഒരു ഭയന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വീട്ടിലൊക്കെ വന്ന് ഇങ്ങനെ ഭീഷണി മുഴക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനാണെങ്കിൽ പേര് പറഞ്ഞ് അങ്ങനെ പരാതി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിജീവിതകൾക്ക് വേണ്ടിയിട്ട് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ വ്യക്തിയെ ഞാൻ പേഴ്സണലി അങ്ങനെ അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ അതിനുവേണ്ടി ഒരു ശ്രമങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ മറ്റു പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ശക്തമായി കൂടെ നിന്നിട്ടുണ്ട്. ഈ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? ഈ ഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കൂടുതൽ ആരെങ്കിലും കാണണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണം. കാരണം തീർച്ചയായിട്ടും അവരെന്നെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ വന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കുമെന്ന് കരുതുന്നില്ല. ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം കൂടി കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അല്ല, അത് ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അതായത് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഇരകൾക്ക് ഇതായുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ഇനിയിപ്പോ ഇതും കൂടി അറിയുമ്പോൾ മറ്റു പെൺകുട്ടികൾ ഒട്ടും തന്നെ ധൈര്യപ്പെടില്ല. ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അത് കോടതിയും ഗവൺമെന്റും ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു ഇതിലേറ്റവും വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഇത് നിസ്സാരമാണ്. ഈ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവര് ചെലുത്തുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ആരും അതിന്റെ സീരിയസ്നെസ്സിലേക്ക് മനസ്സിലാക്കുന്നില്ല. ഇപ്പോ രണ്ടാമത് പരാതി പറഞ്ഞ പെൺകുട്ടി തന്നെ വളരെ ഭയന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ കുട്ടിയുടെ വിവരങ്ങൾ പുറത്തു വരുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് ഞാൻ ന്യൂസിൽ കണ്ടു. അങ്ങനെ ആ കുട്ടി പറഞ്ഞതായിട്ട്. അപ്പൊ ഇതിൽ നിൽക്കുന്ന എല്ലാവരും
ഭീഷണിയിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇതിന് വേണ്ട വിധത്തിലുള്ള നടപടികൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല. ആ വ്യക്തിയുടെ ബന്ധങ്ങൾ നിസ്സാരമായ ഒരു രീതിയിലല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിനോട് കൂടി ഇക്കാര്യങ്ങൾ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് കോൺഗ്രസിൽ വി ഡി സതീശനുമായിട്ടൊക്കെ നല്ല ബന്ധമാണല്ലോ. തീർച്ചയായിട്ടും വിളിച്ച് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടില്ല, ഇതുവരെ കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് സംസാരിക്കണം എന്ന് തന്നെ എല്ലാവരോടും, ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാര്, അതുപോലെ തന്നെ കോൺഗ്രസിലെ ആണെങ്കിലും. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ശരി റിനി, ഇതിൽ റിനിക്കൊപ്പം നിൽക്കുന്നു, ധൈര്യമായി മുന്നോട്ട് പോകൂ എന്നുള്ള പിന്തുണ ഇല്ല എന്നാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് റിനി? അങ്ങനെ, അതായത് ഒരുപാട് പേര് ഇപ്പോഴും ആ വ്യക്തിക്കൊപ്പമാണ് നിൽക്കുന്നത്. അവർക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. അവർ പറയുന്നത് നമ്മൾ കാശ് വാങ്ങി ഏതോ രീതിയിൽ, അങ്ങനെയൊന്നും അല്ല. ഇത് ക്രൂരത, അങ്ങേയറ്റം ക്രൂരതയാണ് ഈ വ്യക്തി കാണിക്കുന്നത്. ഞാൻ ആ വ്യക്തിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്തിനാണ് ഈ രീതിയിൽ ഞാൻ പരാതിയും കൊടുത്തിട്ടില്ല. ഞാൻ അതിജീവിതകൾക്കൊപ്പം നിന്നു. ഒരു പെൺകുട്ടി എന്നുള്ളതിൽ മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ദുഃഖത്തിനൊപ്പം നിന്നു. അതിന്റെ പേരിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു, വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു എത്രമാത്രം സീരിയസ്നെസ് ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഇപ്പോൾ പോലും നമ്മൾ ഉണ്ടാക്കി പറയുകയാണ്, ഇങ്ങനെ ഒരു വ്യക്തിക്കെതിരെ ഉണ്ടാക്കി പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കാതിരിക്കാൻ അത്രയും ബുദ്ധിശൂന്യായ ഒരു വ്യക്തിയാണ് ഞാനെന്നാണോ ഈ ജനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ കമന്റ് ഇടുന്നവരും വിചാരിക്കുന്നവരും കരുതുന്നത് എന്ന് ചോദിക്കാനുണ്ട് അവരോട്. ഞാൻ മരിച്ചാൽ പോലും അവർ ചിലപ്പോൾ പറയും ഞാൻ മരിക്കുന്നത് പോലും CPM പറഞ്ഞിട്ടാണെന്ന് പറയുന്ന രീതിയിൽ അത്രയ്ക്കും വിഡ്ഢിത്തത്തോടെ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ നടമാടാൻ പറ്റുന്നത് എന്നുള്ളൊരു വിഷമമുണ്ട്. ശരി റിനി, ഏതായാലും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. പോലീസ് ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെ നന്ദി റിനി, വിശദമായി തന്നെ പ്രതികരിച്ചത്. ഇന്നലെ രാത്രിയാണ് റിനിയുടെ വീടിന്റെ ഗേറ്റിൽ തട്ടിക്കൊണ്ട് ഒരാൾ പോയത്. അതിനുശേഷം രണ്ടാമത് ഒരാൾ വന്ന് കൊന്നുകളയുമെന്ന ഭീഷണി മുഴക്കി പോവുകയായിരുന്നു. മുഖം കാണാനായിട്ടില്ല, ഹെൽമറ്റ് വെച്ചിട്ടാണ് പോയത് എന്നുള്ളതാണ്.